നമ്മളെല്ലാവരും നമ്മുടെ നിസ്കാരത്തിലും അതല്ലാത്ത സമയത്തൊക്കെ നമ്മൾ കാവൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് പൈശാചികമായ ഇബ്ലീസുപരമായ പിശാചുപരമായ ഷർറിനെ തൊട്ടുള്ള കാവൽ. അല്ലാഹു തആല എല്ലാവിധത്തിലുള്ള ഷർറ് ബല മുസീബത്തുകളെ തൊട്ടും നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്ന 10 കാര്യങ്ങളാണ്. ഈ 10 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു തരത്തിലും അതാണാവട്ടെ പെണ്ണാവട്ടെ ചെറിയവരാവട്ടെ വലിയവരാവട്ടെ ആരെയും പിശാച് തൊടൂല, അവരുടെ അയൽവക്കത്ത് പോലും വരൂലെന്നാണ്. 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അതൊന്ന് കേട്ടാലോ? ഏതൊക്കെയാണ് ആ 10 കാര്യങ്ങൾ? ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ ഈ ക്ലാസ്സിൽ പഠിപ്പിച്ചു തരുന്ന ഒരു വാക്ക്, ചെറിയൊരു വാക്ക് നമുക്കറിയാവുന്ന അത് പറഞ്ഞാൽ പൈശാചികമായ എല്ലാ ഇടങ്ങേറുകളെ തൊട്ടുള്ള കാവലുണ്ടാകും. എല്ലാ ഷർറ് ബലാ മുസീബത്തും നമ്മളെ തൊട്ട് അല്ലാഹു തആല മാറ്റിത്തരും. ഏതാണ് ആ വാക്ക്? കേട്ടാലോ? നമ്മുടെ വീട്ടിൽ പിശാച് കൂട് കൂട്ടിയിരിക്കുന്ന 4 സ്ഥലങ്ങളുണ്ട്. അവൻ്റെ വീട് അവൻ്റെ കുടുംബവുമായിട്ട് വന്ന് താമസിക്കുന്നതാണ്. അവൻ്റെ വീട് അതാക്കി മാറ്റും. നമ്മുടെ വീടുകളിൽ 4 സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ 4 സ്ഥലങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. പൈശാചികമായ ഉപദ്രവത്തൊട്ടുള്ള കാവൽ കിട്ടാൻ ഇനി പറയുന്ന ദുആ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മൊത്തത്തിലെ വീഡിയോ നിങ്ങൾ കാണുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യാൻ മറന്നു പോവണ്ട. അല്ലാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മുടെ മജ്ലിസും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹുവിന് പൊരുത്തമുള്ള കാര്യങ്ങളാക്കി, പൊരുത്തമുള്ള മജ്ലിസാക്കി അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസ പ്രശ്നങ്ങളും സങ്കടങ്ങളും അല്ലാഹു തആല നമ്മൾ പറയുന്ന നമ്മൾ കേൾക്കുന്ന ഈ നല്ല കാര്യങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മാറ്റി തരുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി സലാമത്തായി കലിമ പറഞ്ഞ് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും എപ്പോഴും കാവൽ ചോദിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പൈശാചികമായ ഉപദ്രവം. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എന്ത് നല്ല കാര്യം തുടങ്ങുമ്പോഴും നിങ്ങൾ ബിസ്മി പറയണം. അതോടൊപ്പം തന്നെ നിങ്ങൾ പിശാചിൽ നിന്നുള്ള കാവൽ അല്ലാഹുവിനോട് ചോദിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന വാക്ക് നിങ്ങൾ പറയണം. ശപിക്കപ്പെട്ട ഇബ്ലീസ്, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും റബ്ബേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന ആ വലിയൊരു വചനം നിങ്ങൾ പറയാതെ പോവരുത്. പ്രത്യേകിച്ച് ബാത്റൂമിലേക്ക് കയറുമ്പോൾ, നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. എന്നാലും നമ്മൾ ആ ദിക്ർ പറയുമ്പോഴും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ദിക്ർ പറയണമെന്നാണ്. വീട്ടിൽ കിടക്കുന്നു, അപ്പോഴെന്ത് പറയണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. എന്താണ് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെ പറയണമെന്ന് പറയാനുള്ള കാരണം? നമ്മുടെ വീട്ടിൽ 4 സ്ഥലങ്ങളിൽ പിശാച് എപ്പോഴും ഉണ്ടാകുന്നതാണ്. പിശാച് കൂടുകൂട്ടിയിരിക്കുമെന്നാണ്. ഒന്ന്, നമ്മുടെ വീട്ടിലെ ബാത്റൂമുകൾ, അല്ലേ? നമ്മുടെ വീട്ടിലെ ബാത്റൂം. അതുകൊണ്ട് തന്നെയാണ് കാരണവന്മാർ എന്ത് ചെയ്തത്? വീടിൻ്റെ ഉള്ളിൽ ബാത്റൂം വെക്കൂല. ഇന്നും പല വയസ്സായ വല്ലുപ്പന്മാരും വല്ലുമ്മമാരും വീടിൻ്റെ ഉള്ളിൽ ബാത്റൂം വെക്കാൻ പറ്റില്ല, അവർക്കാണെങ്കിൽ എണീച്ച് നടക്കാൻ പറ്റുണ്ടാവില്ല. പക്ഷെ എന്നാലും വീടിൻ്റെ ഉള്ളിൽ ബാത്റൂം വേണ്ട, ഞാൻ അങ്ങോട്ട് ബാത്റൂമിൽ പോയിക്കോളാം എന്ന് പറയുന്ന ചിലർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ ബാത്റൂം വെക്കുന്നു. ഇന്നിപ്പോൾ നമ്മുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യുന്നു. ആ ബാത്റൂം എപ്പോഴും അടച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അത് പിശാചിൻ്റെ വീടാണ്. പിശാചിൻ്റെ വീടാണ് ബാത്റൂം എന്ന് പറയുന്നത്, ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അതെപ്പോഴും അടഞ്ഞ് തന്നെ കിടക്കണം, അത് തുറന്നിടരുത്. തുറന്നിട്ടാൽ ഒരുപാട് രോഗാണുക്കൾ വരും, പൈശാചികമായ ഒരു സമ്പർക്കം ഉണ്ടാവാൻ അത് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ബാത്റൂമിൻ്റെ വാതിൽ അടച്ച് തന്നെ ഇടണമെന്നാണ് പറഞ്ഞു വന്നത്. വീട്ടിലേക്ക് കടക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം നമ്മൾ പറഞ്ഞ് പിശാചിൽ നിന്നും കാവൽ ചോദിക്കണം. അപ്പോൾ 4 സ്ഥലങ്ങളിലാണ് നമുക്ക് കിതാബുകളിൽ കാണാം. 4 സ്ഥലങ്ങളിൽ ഒരു വീട്ടിൽ പിശാച് കൂടുകൂട്ടിയിരിക്കും. ഒന്ന് ബാത്റൂമാണ്, ടോയ്ലറ്റാണ്. 2, നമ്മുടെ വീടുകളിൽ ഈ വിള്ളലുകൾ ഉണ്ടാകും, അല്ലേ? വിള്ളലുകൾ ഉണ്ടാകും. അല്ലെങ്കിൽ എന്തെങ്കിലും ദ്വാരമോ പൊത്തോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അടക്കാതെ കാലാകാലം വെച്ചാൽ, ഇപ്പോൾ ചില വീടുകളിൽ എന്ന് നോക്കിയാൽ, ഇപ്പോൾ മിക്ക വീട്, ഇപ്പോൾ പുതുതായി പണിയുന്ന വീട്
ഒരു 1-2 വർഷമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ ഭിത്തിയൊക്കെ ചെറുതായി ഇങ്ങനെ വിണ്ടു വരും. അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അതായത് ഈ ചിന്നൽ വീഴുക എന്ന് പറയും. ഇപ്പോൾ മിക്ക വീടുകളിലും തേക്കുന്നത് എംസാൻഡ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടാണ്. എംസാൻഡ് എന്ന് പറഞ്ഞ സാധനം ഒരു വർഷം 2 വർഷം കഴിയുമ്പോൾ, അത് വേണ്ട, ഒരു 6 മാസം കഴിയുമ്പോൾ തന്നെ അതിങ്ങനെ വിള്ളൽ പോലെ ചെറിയൊരു പാട് വരും. അതല്ല ഉദ്ദേശിച്ചത്. വലിയൊരു വിള്ളൽ, അതിൻ്റെ ഉള്ളിലുള്ള ഇഷ്ടികകൾ പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ അതിങ്ങനെ മാറി നിൽക്കുകയോ ചെയ്യുന്ന വലിയൊരു വിള്ളൽ എന്ന് പറയൂലേ, അങ്ങനെ ഉണ്ടായിട്ട് അത് അടക്കാതെ അതവിടെ ഇരിക്കട്ടെ, ഇപ്പം എന്താ എന്ന് പറഞ്ഞ് നമ്മളതിനെ മൈൻഡ് ചെയ്യാതിരുന്നാൽ അവിടെ പൈശാചികമായ ഉപദ്രവം ഉണ്ടാവുന്നതാണ്. 3, വീട്ടിൽ എപ്പോഴും നജസ് ഉണ്ടായാൽ, ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ കൊച്ചു മക്കളൊക്കെ ഉണ്ടാവും, അവരെപ്പോഴും ചിലപ്പോൾ കിടന്നു മൂത്രമൊഴിക്കാറുണ്ട് ചില കുട്ടികൾ, അല്ലേ? അല്ലാഹു തആല അങ്ങനെയുള്ള ആ കുട്ടികളുടെ ആ ഒരു പ്രയാസം മാറ്റി കൊടുക്കട്ടെ, ആമീൻ. അപ്പോൾ അങ്ങനെ ഈ മൂത്രമൊഴിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യണേ? കുട്ടികളുടെ സ്നെഗ്ഗി ഉണ്ടല്ലോ, ചെറിയ കുട്ടികളാണെങ്കിൽ സ്നെഗ്ഗി, അല്ലെങ്കിൽ ഈ മൂത്രമൊഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ മൂത്രം നമ്മുടെ തുടച്ച തുണിയൊക്കെ ഉണ്ടാകും, അതെപ്പോഴും ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൂട്ടിയിടാറുണ്ട്. അതായത് വീട്ടിൽ എപ്പോഴും നജസ് ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കണമെന്നാണ്. എപ്പോഴും എപ്പോൾ നജസ് ഉണ്ടോ അത് വൃത്തിയാക്കണം. നജസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പിശാച് ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ വീടുകളിൽ അടഞ്ഞു കിടക്കുന്ന റൂമുകളുണ്ടോ? അതായത് ഉപയോഗിക്കാത്ത റൂമുകൾ ഉണ്ടെങ്കിൽ ആ റൂമിൽ നമ്മൾ ഇടയ്ക്ക് ചെന്ന് ഒരു 1.5 ചെന്ന് കൊട്ടിത്തുടയുകയോ നമ്മളൊന്ന് വെറുതെ കിടക്കുകയോ, അതായത് ആളുണ്ട് എന്നുള്ള ഒരു തോന്നൽ അവിടെ ഉണ്ടാവണം. അതും പൈശാചികമായ ഉപദ്രവം ഉണ്ടാവാനുള്ളൊരു സാധ്യതയുള്ള സ്ഥലമാണ് അടഞ്ഞു കിടക്കുന്ന റൂം. വലിയ വീടായിരിക്കും, മുകളിൽ ഒരു 3 മുറി 2 മുറിയൊക്കെ ഉണ്ടാകും, പക്ഷേ താഴത്തെ ഒരു റൂമിൽ താമസിക്കാനുള്ള ആളെ ആ വീട്ടിൽ ഉള്ളൂ എങ്കിൽ ആ ബാക്കിയുള്ള റൂമുകളിൽ ആര് താമസിക്കും? പൈശാചികമായ ഉപദ്രവം, പിശാചി ഇബ്ലീസ് അവിടെ താമസിക്കുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് പറയണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ആ ഒരു വചനം എല്ലാ സമയത്തും നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങിയാലുമൊക്കെ അത് നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമത്തേത് എന്താണ്? പൈശാചികമായ ഉപദ്രവത്തിൽ നിന്നുള്ള കാവൽ കിട്ടാൻ 10 കാര്യങ്ങളാണ് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ആ 10ൽ ഒന്നാമതായി നമ്മൾ പറയുന്നു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ആ ഒരു വചനം എപ്പോഴും നമ്മൾ ഓതുക. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്നറിയോ? നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുകയാണ്, അനാവശ്യമായിട്ട് അന്യ സ്ത്രീകളിലേക്ക് നോക്കുക, അന്യ പുരുഷന്മാരിലേക്ക് നോക്കുക. അതെന്താണ്? പൈശാചികമായ ഉപദ്രവം ഉണ്ടാവാൻ കാരണമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. മൂന്നാമത്തേത്, പൈശാചികമായ ഉപദ്രവത്തെ തടയാൻ മൂന്നാമത്തെ കാര്യം, എപ്പോഴും സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് അത് പാരായണം ചെയ്യുക. അത് ഓതുമ്പോഴും അഊദു ഓതൽ പ്രത്യേകം നല്ലതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. പൈശാചികമായ ഉപദ്രവം എന്തൊക്കെയുണ്ടോ അതൊക്കെ പറഞ്ഞിട്ട് റബ്ബേ നീ കാക്കണേ എന്ന് നമ്മൾ ആ ഒരു സൂറത്തിലൂടെ ദുആരക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞോ സൂറത്തുൻ നാസ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഒരു പിശാചിൻ്റെ, ഒരു ശൈത്താൻ്റെ പേരാണ് ഖന്നാസ്. ഖന്നാസ് എന്ന് പറഞ്ഞ ഒരു പിശാചുണ്ട്. അവൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കുക. അതായത് വുളു എടുക്കുന്ന സമയത്ത് ഞാൻ 3 പ്രാവശ്യം മുഖം കഴുകിയോ, നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടി ഞാൻ നിയ്യത്ത് വെച്ചായിരുന്നോ, 4ാമത്തെ റക്അത്തിൽ ഇരുന്ന് സലാം വീട്ടാൻ പോകുമ്പോൾ ഇത് 4 ആണോ ഇതോ 3 ആണോ, 4ാമത്തെ റക്അത്താണോ 3ാമത്തെ റക്അത്താണോ, ഇങ്ങനെ നിസ്കാരത്തിനും അല്ലാത്തപ്പോഴും വസ്വാസ് ഉണ്ടാക്കുന്ന ഒരു പിശാചിന്റെ പേരാണ് ഖന്നാസ്. അവന്റെ ശർറിനെ തൊട്ട് കാവൽ ചോദിക്കുന്നു ആ സൂറത്തിൽ. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ശൈത്താൻ പരമായ, ജിന്ന് പരമായ, മനുഷ്യപരമായ എല്ലാ ഷർറിനെ തൊട്ടുള്ള കാവൽ കിട്ടാനും സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും നമുക്ക് വളരെയധികം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി 4ാമതായി പൈശാചികമായ ഉപദ്രവത്തിൽ നിന്നുള്ള കാവൽ കിട്ടാൻ ഓതേണ്ട മറ്റൊരു കാര്യമാണ് ആയത്തുൽ കുർസി. നമ്മൾ ഓതുന്നവരാണ്, നിസ്കാരത്തിന് ശേഷം ഓതാറുണ്ട്, ആയിക്കോട്ടെ. പക്ഷേ
ആയത്തുൽ കുർസി നിസ്കാരത്തിന് ശേഷം മാത്രം ഓതാനുള്ള ആയത്തല്ല, അതല്ലാത്ത സമയത്ത് ഓതണം. പ്രത്യേകിച്ച് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഒരു 3 ആയത്തുൽ കുർസിയെങ്കിലും നമുക്ക് ഓതാൻ പറ്റുമോ? പൈശാചികമായ എല്ലാ ഉപദ്രവത്തിട്ടുള്ള കാവലുണ്ടാകും. നോദിക്കേ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ആയത്തുൽ കുർസി ഓതുക. പിന്നെയോ മറ്റൊരു കാര്യമാണ്, സൂറത്തുൽ ബഖറയിലെ ആദ്യ 5 ആയത്തുകൾ നമ്മൾ ഓതിയാൽ പൈശാചികമായ ഉപദ്രവത്തെ തൊട്ട് വലിയ കാവലുണ്ടാകുമെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുകയാണ്. സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ 5 ആയത്തുകൾ ഏതാണത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അലിഫ് ലാം മീം, ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. ഈ 5 ആയത്ത് എല്ലാ ദിവസവും ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നമ്മൾ ഓതുന്നുണ്ടോ എങ്കിൽ നമുക്ക് പൈശാചികമായ ഉപദ്രവത്തെ തൊട്ട് ശൈത്താന്റെ ഷർറിനെ തൊട്ട് നമുക്ക് കാവൽ കിട്ടുന്നതാണ്. ഇനി അടുത്തതായി 6-മതായി ശ്രദ്ധിക്കേണ്ടത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത് ഏതാണത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി വഖാലൂ സമിഅനാ വ അത്അനാ ഗുഫ്രാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ഇതാണ് 6-മതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട പൈശാചികമായ ഉപദ്രവത്തിൽ നിന്നും കാവൽ കിട്ടുന്ന സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത്. ഇനി 7-മത്, ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 100 വട്ടം 100 പ്രാവശ്യം ഒരു ദിവസം പറയുകയാണെങ്കിൽ പൈശാചികമായ ശൈത്വാന്റെ ഷർറിനെ തൊട്ടുള്ള കാവൽ കിട്ടുന്നതാണ്. ഇനി 8-മത്തേത്, അള്ളാഹുവിൻ്റെ ദിക്റുകൾ നമ്മൾ പതിവാക്കും. ഒരുപാട് ദിക്റുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇങ്ങനെ ഒരുപാട് ദിക്റുകൾ. ആ ദിക്റുകളൊക്കെ ഇങ്ങനെ ഒരുപാട് വട്ടം നമ്മളിങ്ങനെ അധികരിപ്പിക്കുക. ഇൽമു പഠിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്താണ്? ദിക്റിൽപ്പെട്ടതാണ് അല്ലെ? ഇൽമു പഠിക്കുക, അതും ദിക്റാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുക, അതും ദിക്റാണ്, അള്ളാഹുവിനോടുള്ള സ്മരണയാണ്. ഇനി അടുത്ത മറ്റൊരു കാര്യമാണ് വുളൂ നിത്യമാക്കുക. പൈശാചികമായ ഉപദ്രവത്തെ തൊട്ടുള്ള കാവൽ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വുളൂ നിത്യമാക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. 10-മതായി ശ്രദ്ധിക്കേണ്ടത് ഫർളായ സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ കൃത്യമാക്കുക. അപ്പോൾ ഈ 10 കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടോ, ചെയ്യാറുണ്ടോ? പൈശാചികമായ, ഇബ്ലീസ്പരമായ, ശൈത്വാൻപരമായ, ജിന്നുപരമായ എല്ലാ ഷർറുബല മുസീബത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു തആല ഈ 10 കാര്യങ്ങളും ശ്രദ്ധിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഒരുപാട് പേര് ഉസ്താദെ പ്രത്യേകം ദുആ രക്കണം, ഒരുപാട് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. റബ്ബേ എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ.
അള്ളാഹുവെ ജീവിതത്തിൽ ഒരുപാട് ഖൈറുകൾ ഞങ്ങൾക്ക് തരണേ അല്ലാ, ബറക്കത്തുകൾ തരണേ അല്ലാ, പൈശാചികമായ ഉപദ്രവത്തെ തൊട്ടുള്ള കാവൽ തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.